ബഹിരാകാശത്ത് ജീവൻ തളിർക്കുന്നു. 2025 പ്രതീക്ഷയുടെ വാർത്ത പുറത്തുവിടുകയാണ് ഭാരതത്തിന്റെ അഭിമാനമായ ISRO. PSLV C-60 ദൗത്യത്തിന്റെ ഭാഗമായി VSSC നിർമ്മിച്ച ക്രോപ്സ് പരീക്ഷണമാണ് വിജയിച്ചത്. വിക്ഷേപണത്തിന് ശേഷം 4-ാം ദിവസം പുതുനാമ്പുകൾ മൊട്ടിട്ടു. 8 പയർമണികളാണ് ബഹിരാകാശത്തെത്തിച്ചത്. ഇതിന്റെ വളർച്ചയും ഗുരുത്വാകർഷണത്തോടുള്ള പ്രതിപ്രവർത്തനവും എങ്ങനെയെന്നുള്ളത് പഠനവിധേയമാക്കുകയാണ് ലക്ഷ്യം. ബഹിരാകാശ മാലിന്യങ്ങളെ ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനുള്ള യന്ത്രക്കൈകളാണിത്. അത്യാധുനിക സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ച് ഭ്രമണപഥത്തിൽ നിയന്ത്രണമില്ലാതെ കറങ്ങി നടക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി പിടിച്ചെടുക്കുകയാണ് റോബോട്ടിക് കൈയുടെ ലക്ഷ്യം. പ്രവർത്തന കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിന്ന് നീക്കുന്ന ഡി ഓർബിറ്റിംഗ് സാങ്കേതികവിദ്യയിൽ ഏറെ നിർണായകമായ പരീക്ഷണം കൂടിയാണിത്. സ്പെഡക്സ് ദൗത്യത്തിന്റെ ഭാഗമായ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ISRO പുറത്തുവിട്ടിട്ടുണ്ട്. ഇരട്ട ഉപഗ്രഹങ്ങൾ തമ്മിൽ നിലവിൽ 5 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് അകലം. ഇന്നലെ രാത്രി 10:30 ചേസർ സെൽഫി ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ISRO പുറത്തുവിട്ടത്. വരുന്ന ചൊവ്വാഴ്ചയാണ് 2 ഉപഗ്രഹങ്ങളും കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനം നിശ്ചയിച്ചിരിക്കുന്നത്. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.